Assalamu alaikum everyone. Welcome back to the channel. I hope you're all doing very well. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ആയത്തുൽ കുർസിയാണ്. വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് വേഴ്സസ് ഇൻ ദ എൻറ്റയർ ഖുറാൻ. ആയത്തുൽ കുർസി നമ്മളിൽ പലരും ബൈഹാർട്ട് ആക്കിയതായിരിക്കും അല്ലേ. ബൈഹാർട്ടാക്കി നമ്മൾ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ സേഫ്റ്റിക്കും പ്രൊട്ടക്ഷനും വേണ്ടിയെല്ലാം നമ്മൾ ദിവസേന ആയത്തുൽ കുർസി ചെല്ലാറുണ്ട്. പക്ഷേ ഹാവ് യു എവർ സ്റ്റോപ്പ് ടു തിങ്ക് വാട്ട് ഇസ് ദിസ് വേഴ്സ് ആക്ച്വലി ട്രൈങ് ടു ടെൽ us? എന്താണ് ആയത്തുൽ കുർസി നമ്മളോട് പറയുന്നത്? ആൻഡ് എന്തുകൊണ്ടാണ് ആയത്തുൽ കുർസി ഇത്ര സ്പെഷ്യൽ ആകുന്നത്? സോ ഇൻ ദിസ് വീഡിയോ വി ഗോണ എക്സ്പ്ലെയിൻ ദ കംപ്ലീറ്റ് മീനിങ് ഓഫ് ആയത്തുൽ കുർസി. ഞാൻ വിചാരിക്കുന്നത് ജസ്റ്റ് വേർഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യലും മാത്രമല്ല, സെറ്റിലായിട്ട് ഈ ഒരു വേഴ്സിൽ പറയുന്ന കാര്യങ്ങളും കൂടെ നമുക്ക് എല്ലാവർക്കും റിഫ്ലക്റ്റ് ചെയ്യാൻ കൂടെ പറ്റണം. സോ ലെറ്റ്സ് ബിഗിൻ. ഖുർആനിൽ മറ്റ് ആയത്തുകളെല്ലാം വിവിധ വിഷയങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ ആയത്തുൽ കുർസി എക്സ്ക്ലൂസീവ്ലി ഫോക്കസ് ഓൺ അള്ളാഹ്. ആയത്തുൽ കുർസി പൂർണ്ണമായും സംസാരിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ച് മാത്രമാണ്. അള്ളാഹുവിൻ്റെ മഹത്വം, അറിവ്, കഴിവ്, അള്ളാഹുവിൻ്റെ അധികാരം, കാരുണ്യം, ഇതൊക്കെയാണ് ആയത്തുൽ കുർസിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആയത്തുൽ കുർസിയുടെ ആശയം നമ്മൾ ശരിക്കും മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിലുള്ള നമ്മുടെ തവക്കുൽ അത് കൂടുതൽ സ്ട്രോങ് ആകും. നമ്മൾ അനുഭവിക്കുന്ന സന്തോഷങ്ങൾ, നമ്മൾ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും ഇറ്റ്സ് കംപ്ലീറ്റ്ലി അണ്ടർ ഹിസ് കൺട്രോൾ എന്നുള്ള വലിയൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകും. ഓക്കെ, നമുക്കിതിൻ്റെ മീനിങ്ങിലേക്ക് കടക്കുന്നതിന് മുൻപേ ലെറ്റ് മീ ഷെയർ എ ബ്യൂട്ടിഫുൾ ഹദീസ് വിത്ത് യു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ മുസ്ലിങ്ങളെ ശേഖരിച്ച സക്കാത്തിൻ്റെ ധാന്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. രാത്രിയാകുമ്പോൾ ഒരാൾ വന്നിട്ട് അവിടെ നിന്ന് ആ ധാന്യങ്ങളെല്ലാം എടുക്കാൻ തുടങ്ങി. അബൂ ഹുറൈറ അയാളെ തടഞ്ഞു വെച്ച്. അപ്പോൾ അയാൾ കരഞ്ഞുകൊണ്ട് യാചിക്കുകയാണ്, ഞാൻ വളരെ പാവപ്പെട്ടവനാണ്, എൻ്റെ കുടുംബത്തിന് വിശക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് അയാൾ കരയാൻ തുടങ്ങി. അപ്പോൾ ഒരു മേഴ്സി തോന്നിയിട്ട് അബൂ ഹുറൈറ അയാളെ വിട്ടയച്ചു. പിറ്റേ ദിവസം ഈ നടന്ന കാര്യങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അയാൾ നിന്നോട് കള്ളം പറഞ്ഞതാണ്, അയാൾ ഇന്നും വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ തന്നെ രണ്ടാം രാത്രിയിലും ഇതേ കാര്യം തന്നെ ആവർത്തിച്ചു. മൂന്നാം രാത്രിയിലും ആ വ്യക്തി വന്ന് ധാന്യം എടുക്കാൻ തുടങ്ങിയപ്പോൾ അബൂ ഹുറൈറ ഉറപ്പിച്ചു പറഞ്ഞു, ഇന്ന് ഞാൻ നിന്നെ വെറുതെ വിടില്ല, പ്രവാചകന്റെ അടുത്തേക്ക് കൊണ്ടുപോകാണെന്ന്. അപ്പോൾ ആ വ്യക്തി പറയാണ്, നീ എന്നെ വിട്ടയക്കുകയാണെങ്കിൽ നിനക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാമെന്ന്. അബൂ ഹുറൈറ അത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, നീ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർസി ഓതുക. അങ്ങനെ ചെയ്താൽ രാവിലെ വരെ അള്ളാഹുവിൻ്റെ ഒരു കാവൽക്കാരൻ നിനക്ക് സംരക്ഷണം നൽകും. ഒരു പിശാചിനും നിന്റെ അടുത്തേക്ക് വരാൻ കഴിയില്ല. പിറ്റേന്ന് രാവിലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ കാര്യം പ്രവാചകനോട് പറയുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾ വലിയൊരു കള്ളനാണെങ്കിലും നിന്നോട് പറഞ്ഞ കാര്യം സത്യമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ വന്ന വ്യക്തി യഥാർത്ഥത്തിൽ ഒരു ഷെയ്ത്താനായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഇവനെ ഷെയ്ത്താൻ അഡ്മിറ്റഡ് ദ പവർ ഓഫ് ആയത്തുൽ കുർസി എന്നുള്ളതാണ്. ഒരു ഷെയ്ത്താന് പോലും ആയത്തുൽ കുർസിയുടെ മഹത്വവും ശക്തിയും എത്രത്തോളം ഉണ്ടെന്ന് അറിയാമെന്നുള്ളതാണ്. സോ അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് യഥാർത്ഥ സംരക്ഷണം ലഭിക്കുന്നത് എന്ന് ഈ ഒരു ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു. ഇനി നമുക്ക് ആയത്തുൽ കുർസിന്റെ മീനിങ്ങിലേക്ക് കടക്കാം. അല്ലാഹു ലാ ഇലാഹ ഇല്ല, അള്ളാഹു അവനല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരുമില്ല. ഇതാണ് ഇസ്ലാമിൻ്റെ ഫൗണ്ടേഷൻ. നമ്മുടെ ആരാധനയും സ്നേഹവും സർവ്വഭാരങ്ങളും ഏൽപ്പിക്കാൻ അർഹനായ ഏക ഇലാഹ് അത് അള്ളാഹു മാത്രമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നെല്ലാവരും വെൽത്ത്, ഫെയിം, സ്റ്റേറ്റസ് അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളിലും വളരെ അറ്റാച്ച്ഡ് ആവുകയാണല്ലേ. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായേക്കാം. പക്ഷേ അള്ളാഹു മാറ്റമില്ലാത്തവനാണ്. ഹി നെവർ ചേഞ്ചസ്. ഹി ഈസ് ദി ഓൺലി വൺ ഹു വിൽ ഓൾവേസ് റിമെയിൻ. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ ഈ ഒരു ടെമ്പററി വേൾഡിൽ അറ്റാച്ച്ഡ് ആവാതെ അള്ളാഹുവിലേക്കാണ് നമ്മൾ കൂടുതൽ അടുക്കുക. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം എന്താണ്? ഇന്നും ജീവിച്ചിരിക്കുന്നവൻ, സർവ്വതിനെയും നിയന്ത്രിച്ച് പരിപാലിക്കുന്നവൻ. അല്ലാഹു അൽ ഹയ്യാണ്, ദ എവർ ലിവിങ്. അള്ളാഹുവിന് തുടക്കമോ ഒടുക്കമോ ഒന്നുമില്ല. നമുക്ക് എല്ലാവർക്കും ഒരു തുടക്കം ഉണ്ടല്ലേ. അതേപോലെ തന്നെ വൺ ഡേ എവ്രി വൺ ഓഫ് us വിൽ ഡൈ. ഒരു ദിവസം നമ്മളെല്ലാവരും മരിക്കുകയും ചെയ്യും. പക്ഷേ അള്ളാഹുവിന് തുടക്കമോ ഒടുക്കമോ ഒന്നുമില്ല. ഹി ഹാസ് ഓൾവേസ് എക്സിസ്റ്റഡ് ആൻഡ് ഹി വിൽ ഓൾവേസ് എക്സിസ്റ്റ്. അതേപോലെ തന്നെ അള്ളാഹു അൽ ഹയ്യുമാണ്. ലോകത്തുള്ള എല്ലാ ജീവികളെയും നിലനിർത്തുന്നത് അള്ളാഹു ആണ്. നമ്മുടെ കണ്ണുകൾ കാണുന്നത്, തലച്ചോറ് ചിന്തിക്കുന്നത്, ഹൃദയം മിടിക്കുന്നത് ഒന്നും നമ്മൾ സ്വയം ചെയ്യുന്നതല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡും ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ അള്ളാഹ്. അള്ളാഹുവിനെ ആശ്രയിച്ചാണ് എല്ലാം നിൽക്കുന്നത്. നമ്മൾ മാത്രമല്ല, സൂര്യന്, ചന്ദ്രന്, നക്ഷത്രങ്ങൾ, സമുദ്രങ്ങൾ, ജീവജാലങ്ങൾ വരെ അള്ളാഹു
പരിപാലിക്കുന്നത് കൊണ്ട് മാത്രമാണ് നിലനിൽക്കുന്നത്. ഒരു നിമിഷം അള്ളാഹു ഇതെല്ലാം നിർത്തിവെച്ചാൽ എന്തായിരിക്കും ഈ ഒരു ദുനിയാവിൻ്റെ അവസ്ഥ? സർവ്വതും നശിച്ചു പോകും. ലാ തഅഖുദുഹു സിനതും വലാ നൗം. തളർച്ചയോ ഉറക്കമോ അവനെ ബാധിക്കുന്നേയില്ല. നമ്മുടെ മനുഷ്യന്മാർ പെട്ടെന്ന് ക്ഷീണിതരാകും അല്ലേ? നമുക്ക് ഡെയിലി ഉറക്കം അത്യാവശ്യമാണ്. പക്ഷേ അള്ളാഹുവിന് ക്ഷീണമോ ഉറക്കമോ ഇല്ല. പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന പടച്ച തമ്പുരാന് ക്ഷീണം വന്നാൽ എന്തായിരിക്കും ഈ ലോകത്തിൻ്റെ അവസ്ഥ? നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ആര് നിയന്ത്രിക്കും? മഴ ആര് പെയ്യിക്കും? നമ്മളുടെ പ്രാർത്ഥനകൾക്ക് ആര് ഉത്തരം നൽകും? നമ്മൾ ഉറങ്ങുമ്പോഴും പ്രപഞ്ചം മുഴുവൻ ഉറങ്ങുമ്പോഴും അള്ളാഹു നമ്മെ വീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു ചിന്ത നമുക്ക് നൽകുന്ന ആശ്വാസം ചെറുതൊന്നുമല്ല. ലഹു മാഫി സമാവാതി ഒമാഫിൽ അർള്. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം അവൻ്റേതാണ്. നമ്മുടെ വീട്, കുടുംബം, ധനം, ആരോഗ്യം, എന്തിനേറെ നമ്മുടെ ഒരു ശരീരം പോലും അള്ളാഹുവിൻ്റേതാണ്. എല്ലാത്തിനും ഉടമസ്ഥൻ അള്ളാഹു മാത്രമാണ്. നമ്മൾ പറയാറുണ്ടല്ലേ, ഇതെൻ്റെ വീടാണ്, അല്ലെങ്കിൽ ഇതെൻ്റെ പണമാണ് എന്നൊക്കെ. എന്നാൽ ഇതെല്ലാം അള്ളാഹു താൽക്കാലികമായി നമ്മളെ ഏൽപ്പിച്ച അമാനത്തുകൾ മാത്രമാണ്. നമ്മൾ ഈ ലോകം വിട്ടു പോകുമ്പോൾ ഇതെല്ലാം ഇവിടെ ഉപേക്ഷിക്കേണ്ടി വരും. നമ്മോടൊപ്പം വരുന്നത് നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളും നല്ല സൽക്കർമ്മങ്ങളും മാത്രമായിരിക്കും. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. അവൻ്റെ അനുവാദമില്ലാതെ അവൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ കഴിയുന്നവൻ ആരുണ്ട്? അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ ആർക്കും ഒരു അധികാരവുമില്ല. യാതൊരു പ്രവാചകനും മലക്കിനും അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ ശുപാർശ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രവാചകന്മാരെയും സ്വാലിഹീങ്ങളെയൊക്കെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഹൃദയം അള്ളാഹുവിൽ മാത്രം അടിയുറച്ച് വിശ്വസിക്കണം. സഹായം ആവശ്യം വരുമ്പോൾ അള്ളാഹുവോട് മാത്രം ചോദിക്കുക. നമുക്ക് എന്തെങ്കിലും ഭയം തോന്നുമ്പം അള്ളാഹിനെ മാത്രം ട്രസ്റ്റ് ചെയ്യുക. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. അവരുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും അവൻ അറിയുന്നു. നമ്മുടെ പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ഇതെല്ലാം അള്ളാഹ്ക്കറിയാം. അള്ളാഹ്സ് നോളജ് ഇസ് പെർഫെക്റ്റ്. നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ, ചെയ്യുന്ന പ്രവർത്തികൾ, ഹൃദയത്തിൽ സൂക്ഷിച്ചു വച്ചിട്ടുള്ള ഓരോ സീക്രറ്റ്സ്, ഈവൻ തോട്ട്സ് പോലും അള്ളാഹുവിനറിയാം. എൻ്റെ വിഷമം ആരും അറിയുന്നില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടിരിക്കുമ്പം അള്ളാഹു അതെല്ലാം അറിയുന്നുണ്ട്. ആരും കാണാതെ നമ്മൾ രാത്രിൻ്റെ ഇരുട്ടിലൊക്കെ നമ്മൾ ഒഴുക്കുന്ന ഓരോ തുള്ളി കണ്ണുനീരും അള്ളാഹു കാണുന്നുണ്ട്. അള്ളാഹ് കൗണ്ട്സ് എവറി ടിയർ. ഇത് നമ്മെ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ സഹായിക്കുന്നതിനോടൊപ്പം തന്നെ അള്ളാഹു നമ്മെ മറ്റാരെക്കാളും നന്നായി മനസ്സിലാക്കുന്നുണ്ട് എന്ന ഒരു വലിയ ആശ്വാസവും കൂടെ നമുക്ക് നൽകുന്നുണ്ട്. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. അവൻ ഇച്ഛിച്ചതല്ലാതെ അവൻ്റെ അറിവിൽ നിന്ന് യാതൊന്നും ആർക്കും ഗ്രഹിക്കാൻ കഴിയില്ല. ഇന്ന് ഹ്യൂമൻ ടെക്നോളജി, സയൻസ് ഒക്കെ എത്രയോ അഡ്വാൻസ്ഡ് ആയല്ലേ? ബഹിരാകാശമൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത്, കോംപ്ലക്സ് സർജറീസ് ചെയ്യുന്നത്. പക്ഷേ ഇത്ര കണ്ടുപിടുത്തങ്ങൾ നമ്മൾ നടത്തിയാലും ഹ്യൂമൻ നോളജ് ഇസ് സ്റ്റിൽ ടൈനി കമ്പയർഡ് ടു ദ നോളജ് ഓഫ് അള്ളാഹ്. നമ്മുടെ ഓരോ കണ്ടുപിടുത്തങ്ങളും നമ്മുടെ നോളജെല്ലാം അള്ളാഹുവിൻ്റെ അറിവുമായി കമ്പയർ ചെയ്യുമ്പം അത് സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം പോലെ മാത്രമാണ്. അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രമേ മനുഷ്യന് അറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ അറിവ് കൂടുന്തോറും നമ്മൾ കൂടുതൽ വിനയമുള്ളവരായിരിക്കണം. ദ മോർ വി ലേൺ, ദ മോർ ഹംബിൾ വി ഷുഡ് ബിക്കം. വസിയ കുർസിയുഹു സമാവാതി വൽ അർള്. അവൻ്റെ കുർസി ആകാശങ്ങളെയും ഭൂമിയെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായിരിക്കും. എന്താണ് ഈ കുർസി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ വലിപ്പത്തെക്കുറിച്ച് മനോഹരമായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. 7 ആകാശങ്ങളും ഈ കുർസിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അതൊരു വലിയ മരുഭൂമിയിൽ കൊണ്ടിട്ട ചെറിയൊരു മോതിരം പോലെയാണ് എന്നുള്ളതാണ്. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. നമ്മുടെ ഒരു വിഷ്വൽ ഒബ്സർവേഷൻ അപ്പുറത്തുള്ള ഒരു യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്കും വാസ്റ്റ് ആണല്ലേ? ആൻഡ് ഈവൻ ദാറ്റ് ഇസ് ലൈക്ക് എ സ്മോൾ റിംഗ് കമ്പയർഡ് ടു അള്ളാഹ്സ് കുർസി. അള്ളാഹുവിൻ്റെ കുർസിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ ഒരു യൂണിവേഴ്സ് പോലും വളരെ ചെറുതാണ് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അള്ളാഹുവിൻ്റെ മഹത്വത്തെയാണ് ഇത് സ്മരിക്കുന്നത്. സോ ഇത്രയും വലിയ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന പടച്ച തമ്പുരാന് നമ്മളെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എന്ത് പ്രശ്നമാണ് അള്ളാഹ്ക്ക് പരിഹരിക്കാൻ കഴിയാത്തത്? വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അലീം. അവയുടെ സംരക്ഷണം അവനൊരു ഭാരവുമല്ല, അവന് അത്യുന്നതനും മഹാനുമാകുന്നു. നമ്മൾ മനുഷ്യന്മാർക്ക് എന്തൊരു ജോലി ചെയ്താലും പെട്ടെന്ന് ടയേർഡ് ആകും അല്ലേ? എന്നാൽ ട്രില്യൺസ് ഓഫ് സ്റ്റാർസ്, പ്ലാനറ്റ്സ്, ക്രീച്ചേഴ്സ് ഇതിനെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പടച്ചോൻ ഒരിക്കലും ടയേർഡ് ആവുന്നില്ല. അള്ളാഹുവിന് അതൊരു പ്രയാസമുള്ള കാര്യമേ അല്ല. അള്ളാഹുവിൻ്റെ കഴിവിനും കാരുണ്യത്തിനും അതിരുകളില്ല. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഞാൻ വളരെ ഷോർട്ടാക്കിയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ആയത്തുൽ കുർസി നമ്മുടെ ജീവിതത്തിൽ ചൊല്ലുന്നതിലൂടെ ലഭിക്കുന്ന 2 വലിയ പുണ്യങ്ങളെപ്പറ്റി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ, ഉറങ്ങുന്നതിന് മുൻപ്. ഞാൻ നേരത്തെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു ഹദീസിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ ആയത്തുൽ കുർസി ചൊല്ലിയിട്ട് ഉറങ്ങുകയാണെങ്കിൽ രാവിലെ വരെ അള്ളാഹുവിൻ്റെ ഒരു മലക്കിൻ്റെ പ്രത്യേക സംരക്ഷണം നമുക്ക് ലഭിക്കും. ആൻഡ് സെക്കൻഡ് വൺ, ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം
ആയത്തുൽ കുർസി ഓതുകയാണെങ്കിൽ അവനും സ്വർഗത്തിനുമിടയിൽ മരണമല്ലാതെ മറ്റൊരു തടസ്സവും ഉണ്ടായിരിക്കില്ല. സുബ്ഹാനല്ലാഹ്, ഓരോ നമസ്കാരത്തിന് ശേഷവും ഒരു മിനിറ്റിൽ മാത്രം സമയമെടുക്കുന്ന ഈ ഒരു ആയത്തുൽ കുർസി നമ്മൾ ചൊല്ലിയാൽ അത് നമ്മളെ സ്വർഗത്തിലേക്കാണ് അടുപ്പിക്കുന്നത്. ഓക്കെ, സോ മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ആയത്തുൽ കുർസി എന്നത് നമ്മൾ ചെറുപ്പത്തിൽ മനഃപ്പാടമാക്കിയിട്ടുള്ള ഒരു വേഴ്സ് മാത്രമല്ല, മറിച്ച് അത് അള്ളാഹുവിൻ്റെ മഹത്വവും കാരുണ്യവും നമ്മെ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു സന്ദേശമാണ്. ദ മോർ യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, ദ സ്ട്രോങ്ങർ യുവർ തവക്കൽ ബിക്കംസ്. അതുകൊണ്ട് നമുക്കിതൊരു ശീലാക്കാം. എല്ലാ ഫറൽ നമസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തുൽ കുർസി ഓതുക, രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ ഓതുക, ഇതിൻ്റെ അർത്ഥത്തിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുക. So may Allah fill our hearts with the light of the Quran. Jazakallah khair for watching. If you benefited from this video, please like, share it with your family and friends, and subscribe to the channel for more Quran reflections. Assalamu alaikum wa rahmatullahi wa barakatuh.